ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നിപ്പോൾ എവിടെ നിന്നാണ് ഉള്ളതെന്നട്ടെ. ദിസ് ഈസ് ദേവൂസ് ഹോം. അവളെ കാണാം. ദേവു ലൈറ്റ് അടിക്കുന്നു. ആ, നമ്മൾ ദേവുവിൻ്റെ വീട്ടിലാണുള്ളത്. നമ്മളിന്ന് ലുലു മാളിൽ ഒരു പരിപാടിക്ക് പോവാണ്. വിധു പ്രതാപിൻ്റെ ഒരു കൺസേർട്ട്. കുറേ നാളോട് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ അതിന് പോവാം. പൊട്ടനും ഗൗജി ഓൾറെഡി അവിടെ എത്താറായി എന്നാണ് പറയുന്നത്. ഞാനും ദേവു ഇപ്പോൾ ഇവിടെ ഇറങ്ങും. പ്രേംജി അവിടെ എത്താറായി. ആൻഡ് മിഥു അവിടെ എത്തും. ആൻഡ് നമ്മളിപ്പോൾ ഇറങ്ങണോ? ഓക്കെ, ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ. നാളെ കൊച്ചിക്ക് പോകുമ്പോൾ ദേവ് ഇടുന്ന ഡ്രസ്സാണ് ഗൈസ്. അതെ, ദേവുവിന്റെ വീടിന്റെ ഒരു ഹോം ടൂർ തന്നെ നടത്തേണ്ടി വരും. ഈ മേളിലിരിക്കണ ഫോട്ടോ ഒക്കെ എന്ന് കണ്ടിരിക്കാനാ? അതൊക്കെ പോണില്ല. പോവാം. യെസ്, താക്കോൽ എടുക്കൂ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, എറണാകുളത്ത് എവിടെ പോണെങ്കിലും ഇടുക്കിക്കാരിയായി ഇവിടെ എൻ്റെ വീട്ടിൽ വരും. അതായത് പുക്കാട്ടുപടി. അങ്ങനെ അതിനിപ്പോ എന്താ? അല്ല, നിങ്ങൾ വിചാരിക്കും പുക്കാട്ടുപടി നിന്ന് എല്ലാ സ്ഥലത്ത് പോകാൻ എളുപ്പമാണ്. അതൊരു പരിധി വരെ സത്യമാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെയും പോകാൻ തന്നെ പോകാൻ അറിയത്തില്ല. അതുകൊണ്ട് എല്ലായിടത്തും പോകണമെങ്കിലും ഈ പട്ടിക്കാട്ടിലോട്ട് വരാൻ മാത്രമേ എനിക്കറിയില്ല. അല്ലാണ്ട് മൂവാറ്റുപുഴയെന്ന് ലുലുമോള് പോകാനാണ്, മൂവാറ്റുപുഴയെന്ന് പുക്കാട്ടുപടി എത്തി പുക്കാട്ടുപടിന്ന് ലുലുമോള് പോകാനാണ് എളുപ്പം. പക്ഷെ ഞാൻ പോയിട്ടുണ്ട് ലുലുമോളിലൊക്കെ. എന്താ കൂടുതൽ നന്നായി പോയോ? അറിയാന്നാണ് പറയുന്നത്. ഞാൻ ഓടിച്ചിട്ട് നിന്നെ എവിടെയെങ്കിലും വീഴ്ചിട്ടുണ്ടോ ഇതുവരെ? ഗൈസ്, നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നല്ല മഴ വന്നിട്ടുണ്ട് ഗൈസ്. യെസ്, ഇതെങ്ങനെ ഇപ്പൊ തിരിക്കണേ? ആ, കാണാം കേട്ടാ. ഗൈസ്, നമ്മൾ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയാ. നോക്ക് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ പരിപാടി തുടങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോഴൊന്നും തുടങ്ങുകയില്ല, എന്നാലും സ്മിതു എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവളെ ഇപ്പോഴാണ് കിട്ടിയത്. പിസ്സ വാങ്ങാൻ വന്നിരിക്കണം. പിസ്സ കിട്ടി. അടിപൊളി സാധനം മാത്രം വെച്ചിട്ട് വെറുതെ തെണ്ടി തിരിഞ്ഞ് ഇതിക്കട നടക്കുക. പരിപാടി കാണാൻ സന്തോഷം ഈ കാണുന്നത്. ഒരു ഡ്രോണ് അതിനെ കൂടെ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിക്കുട്ടികൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി.
കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എല്ലാരും എടുത്തു. തന്നെ പുതിയ ബാഗാണ് ഇത്, നമ്മൾ ഉദ്ഘാടിക്കാൻ പോവാ. അത് കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാരും ഇടുന്നല്ലേ പൊട്ടാ. ആരും പൊട്ടന്റെ സാധനങ്ങളൊന്നും നോക്കരുത്, കുറച്ച് പേഴ്സണൽ ആണ്. വാട്സ് ഇൻ മൈ ബാഗ് ചെയ്താലോ പൊട്ടാ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ എല്ലാരും ആ ജേസിബി നോക്കിയിരിക്കരുത്, അത് കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എവിടെയാ സ്ഥലത്ത് നമ്മൾ ഐസ്ക്രീം കഴിക്കുകയാണ്. ഐ ലവ് കൊച്ചി. ഇവളാണ് നമ്മുടെ ഊബർ വിളിക്കാരി. ഇവളാണ് ഊബർ ചേട്ടന്മാരെയൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ ക്വീൻസ് വെയിൽ വന്നിട്ട് മുഞ്ചി കുത്തിരിക്കുകയാണ്. ഫുഡ് അടിക്കാൻ നേരത്ത് വന്നിട്ട് ഐസ്ക്രീം മാത്രമാണ് കിട്ടിയുള്ളൂ. ഗായ്സ് നമ്മളെ ക്യാബില് വീട്ടിൽ പോവാണ്. എല്ലാരും ഉണ്ട്. മിതു ഫ്രണ്ടിലാണ്, അതിപ്പോ കാണിക്കാൻ പറ്റില്ല. മെയിൻ ഫ്രണ്ടിലാണ് ഞാൻ. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ദേവു ദേവു റെഞ്ചി ഓ ഫോണിലല്ല, പൈസക്ക് ക്ഷാമാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മൾ ഊബർ വിളിച്ച് ചേട്ടനെ അവിടെ നിർത്തിയേക്കുക. എന്നിട്ടാണ് നമ്മളിപ്പോ ഒന്ന് ഫുഡ് അടിക്കാൻ വന്നേക്കണേ. പാവം ചേട്ടൻ ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വഴി നിൽക്കാതെ കാണുന്നതാണ് മിഥുന്റെ വീട്.